ഇത് അതിൽ ഒന്നെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബേസ് കിടക്കുന്ന ഒന്നിലാണെന്നുള്ളതാണ് ഈ പറഞ്ഞ പോസ്റ്റ് മോഡേണിസത്തിന്റെ തുടക്കം. അതായത് ക്യൂർ തിയറി ഒക്കെ വരുന്നത് വിമൻ സ്റ്റഡീസിന്റെ ബാക്കിയായിട്ടാണ് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ക്യൂർ തിയറി ഒക്കെ വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ അതായത് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷനൊക്കെ സ്കൂളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ വരുമ്പോൾ തന്നെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി കൂടി അതിലുണ്ട്. പിന്നെ ഇവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാത്തതിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കില്ല ഇവർക്ക്. എങ്ങനെ ഈ എഡ്യൂക്കേഷൻ വന്നാലോ? അതല്ല, എഡ്യൂക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള വിഷയത്തിൽ സംശയമില്ല, അതിൽ ആർക്കും സംശയമില്ല. കാരണം ഓരോ പ്രായത്തിലും പിന്നെ അത് കിട്ടേണ്ട രൂപത്തിലുള്ള എഡ്യൂക്കേഷൻ സെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ എന്ത് ആ വിഷയത്തിൽ വേണം. പക്ഷെ ഇതിൽ പ്രശ്നം ഇതാണ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ സിലബസ് ആരാണ് നിശ്ചയിക്കുന്നത്, എന്താണ് അതിൽ പഠിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ആൽഫ്രഡ് കിൻസി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങൾ, അദ്ദേഹം നടത്തിയ റിസർച്ചുകളൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും. അത്രയും വൃത്തികെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രലോകത്ത് അത്രയും പിന്നെ അക്യൂസുകൾ നേരിട്ടൊരു വ്യക്തി കൂടിയാണത്. വളരെ അപ്പോൾ അദ്ദേഹം വളരെ ചെറിയ 6 മാസമോ 1 വയസ്സിൻ്റെ ഒക്കെ ഇടയിലുള്ള കുട്ടികളുടെ ഓർഗാസം അളക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം ചെയ്ത ആളാണത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, മെയിലുകളുടെ സെക്ഷുവാലിറ്റിനെ പറ്റി മാത്രം പഠിച്ചൊരു പുസ്തകത്തിൽ ടേബിൾ 34 അതിൽ 30 അതിൽ ചെറിയൊരു കുട്ടീൻ്റെ, അതായത് 3 മാസം പ്രായ ഒരു കുട്ടീൻ്റെ സെക്ഷുവാലിറ്റി വരെ അദ്ദേഹം അളന്നിട്ടുണ്ട്. ഓർഗാസം അളക്കണം. അപ്പോൾ ഓർഗാസം അളക്കണമെങ്കിൽ അവരെ സെക്ഷുവലി എന്ത് ചെയ്യണം. അപ്പോൾ അത്ര ചെറിയ കുട്ടികളെ സെക്ഷുവലി ഉപയോഗിച്ചുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ പിന്നെ കാര്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ച് നോക്കുക, കേരളത്തിലടക്കം സെക്സ് എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്. അതുപോലെ തന്നെ പല പിന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്ന മൊഡ്യൂളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. എല്ലാം കിൻസിയുടെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കിൻസിയുടെയും അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ പഠനങ്ങളും അവരുടെ ചിന്താഗതികളുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, പക്ഷേ ഇത് പഠിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അവിടെ സ്വാഭാവികമാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ആണെന്താണ്, പെണ്ണെന്താണ്, പെണ്ണിൻ്റെ അവയവങ്ങൾ എന്താണ്, ആണിൻ്റെ അവയവങ്ങൾ എന്താണ്, ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ആർത്തവം എന്താണ്, അത് വളരെ നോർമലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അതായത് കിൻസി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഓൾ കൈൻഡ് ഓഫ് സെക്ഷൽ ബിഹേവിയർ ഷുഡ് ബി നോർമലൈസ്ഡ്. അതിലൂടെയാണല്ലോ ആദ്യത്തെ പോർണോഗ്രാഫിക് മെറ്റീരിയലുകൾ ലോകത്തന്നെ വലിയ രീതിയിൽ, അതായത് പ്ലേ ബോയ് മാഗസീനിലാണ് ഫസ്റ്റത്തെ ന്യൂഡിറ്റി കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ന് കാണുന്ന, നമ്മൾ ലോകത്ത് കാണുന്ന ഒരു വിധം ഈ സെക്ഷൽ പ്രിവേർഷനുകൾക്കൊക്കെ മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് കിൻസിയാണ്. കാരണം നേരത്തെ ബാസിൽ സാർ പറഞ്ഞ പോലെ ചൈൽഡ് അബ്യൂസറാണ് അയാൾ. അതായത് ചെറിയ കുട്ടികളുടെ പിന്നെ സെക്ഷുവാലിറ്റി അളക്കാതെ 3 മാസം പ്രായ കുട്ടികളെ സെക്ഷുവാലിറ്റി അളക്കാതെ, ഇതുപോലുള്ള ആൾക്കാരാണ് ഇവരുടെ ഈ പറയുന്ന ഐഡിയോളജിക്കൽ ഫാദേഴ്സ് എന്നൊക്കെ പറയുന്ന മാതിരി ഇവരെ ഇതാക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളതാണ്. ഇപ്പം വേറൊരാളും കൂടി ഉണ്ടല്ലോ, ജോൺ മണി. ഇയാളെടുത്ത് ഒരു പാരൻസ്, അതായത് അവരുടെ പിന്നെ ട്വിൻസ് ആയിട്ടുള്ള റൈമർ ട്വിൻസ് എന്നാ പറയാ. അങ്ങനെ ഈ 2 ട്വിൻസ് പിന്നെ ഇവരുടെ അടുത്ത് വരികയാണ്, അതായത് ജോൺ മണീൻ്റെ അടുത്ത് വരികയാണ്. ജോൺ മണീൻ്റെ അടുത്ത് വന്നിട്ട് ഇയാളോട്, അതായത് ആ കുട്ടിക്ക് ഒരു സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്, അതായത് പീനിസ് പുറത്ത് വരാത്തൊരു കണ്ടീഷനിൽ നിന്ന്. അപ്പോൾ അത് സർക്കംസൈസ് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ എന്ത് സംഭവിക്കും, ടിന്നിൽ ഒരാള് അല്ലേ